ഓക്കെ, അടിപൊളി അടിപൊളി, തുടങ്ങിക്കോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. അടിപൊളി, നമുക്കൊന്ന് ആഘോഷിക്കാം. ഫസ്റ്റ് വൺ, നിന്റെ ആഘോഷം കാണാൻ ഒരു മെനയില്ല എന്നാണ് ഇപ്പോൾ പൊതുവെപ്പ്. നിനക്ക് എന്തോ ഒരു മൂഡ് ഔട്ട് ഉണ്ട്, വിഷമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടോടാ? എന്താ മൂഡ്? നമ്മളിങ്ങനെ ഓരോ സമയത്തും ഓരോ ഇതായിരിക്കും, മൂഡിലായിരിക്കും. അതെ, അത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യന്മാരെയും പോലെ തന്നെ. വിടാമുയർച്ചി സിനിമയുടെ മ്യൂസിക് കമ്പോസിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട്. നമ്മുടെ അനിരുദ്ധാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. മകിഴ് തിരുമേനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്താണെങ്കിലും സിനിമ റിലീസ് നീട്ടി വെച്ചിട്ടുണ്ട് ഏകദേശം. അത് നീണ്ടു പോവാണല്ലോ. അതെ. അടുത്തത് അനിരുദ്ധ്. ഞാൻ തൻ്റെ പണി ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ചെയ്തു. അടുത്തത് SK23. അല്ല, വേറെ കാര്യമുണ്ട്. ഇത് ഷൂട്ട് കഴിയാത്ത ഭാഗം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നേരത്തെ അനിരുദ്ധല്ലേ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് എന്നൊക്കെ അറിയാം. നമ്മുടെ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും. ജ്ഞാപകം പോലെയാണോ? ഷൂട്ട് തുടങ്ങുന്നതിന് എഴുതി വെച്ചിട്ട് പോയില്ലേ? ഓക്കെ, എന്താണെങ്കിലും SK23 പറഞ്ഞോട്ടെ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ന്യൂ ഇയറിന് വരും എന്നുള്ള കാര്യം കേൾക്കുന്നുണ്ട്. അറിയില്ല, വരുമായിരിക്കാം. എന്താണെങ്കിലും 10% ഷൂട്ട് ബാക്കിയുള്ളൂ ഇനി. AR മുരുകദോസാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. SKന്റെ ഗംഭീര പെർഫോമൻസ് കാണാൻ പറ്റുമായിരിക്കും അവരതിന് ശേഷം. സത്യത്തില് ആ തുപ്പാക്കി കൈമാറിയില്ലേ അവിടുന്ന് മുതല് കൂട്ടത്തപ്പം വേറെ രാശിയായിന്ന്. അല്ലെങ്കിൽ ആൾക്ക് കഴിവുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. രീതിയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച ആള് തന്നെയാണ്. അത് കാണാൻ തോന്നുന്ന സിനിമകളാണ്, അതാണ് രസം. വെറുപ്പിക്കൂല ഓവറായിട്ട്. ഓക്കെ, അടുത്ത കിഴി സൂര്യ 45 സിനിമയുടെ ഷൂട്ട് ഡിസംബറിലല്ല, ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവംബർ 30 മൂന്നാമത്തെ പ്രാവശ്യം മാറ്റത്. 30 നവംബർ 30 എന്തായാലും ഇതിന്റെ ഷൂട്ട്. ഇന്ന് ഇതിന്റെ പൂജ നടന്നോട്ടോ. ഓക്കെ, പളനിയിലോ എവിടെ അങ്ങനെ സ്ഥലത്തായിരുന്നു കേട്ടോ. എവിടെയായിരുന്നത്? പളനിയിലാണെന്ന് തോന്നുന്നു. അടുത്തത് ബറോസ് സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. കിടിലൻ പോസ്റ്റർ. ബറോസ് 25 സിനിമ റിലീസ് നടത്തുന്നത്, ഡിസംബർ 25. ഓക്കെ, അടുത്ത കിഴി സ്പിരിറ്റ് സിനിമയുടെ ഡാർലിങ്ങിൻ്റെ ലുക്ക് വന്നിട്ടുണ്ട്. ഈ ലുക്കിലായിരിക്കും ആള് എന്നതാണ് പുറത്തു വരുന്ന റൂമേഴ്സ്. ഇത് നമ്മുടെ സന്ദീപ് റെഡ്ഡി വാങ്ങിന്റെ താടിയല്ലേ, കോപ്പി അടിച്ച് പറിച്ചു വെച്ചു കൊടുത്തു. നീ ഇതന്നെ വെച്ചാൽ മതി, ഇത് പുതിയതൊന്നും വളർത്തണ്ട. അല്ലെങ്കിൽ ലുക്കിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എന്ത് ഈ മുഖം വെച്ച് എന്ത് വെറൈറ്റി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ഇത് തന്നെ അതിനേക്കാളല്ല എൻ്റെ ഷവ് എടുക്കുന്നതല്ലേ. അടുത്തത് തുടരും സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കുള്ള. തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, അല്ലട്ടാ, തുടരണം. ഓക്കെ, അടുത്ത കിഴി മാർക്കോ സിനിമയുടെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ. നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ കൊടൂര സാധനം. മാറിക്കുമല്ലോ, ആരും ഒന്നുമല്ല അല്ലേ അമ്മ. ഇപ്പൊ ജഗദീഷ് ചേട്ടൻ അന്ന് പറഞ്ഞതോടെ ഞങ്ങൾ ചെറുതായിട്ട് യോജിക്കുന്നുണ്ട് അല്ലേ. എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫാൻ മെയ്ഡൊക്കെ എങ്ങനെയാണെങ്കിലേ വരട്ടെ. കൊടൂരായിട്ടും പുഷ്പ 2 സിനിമയുടെ ഡ്യൂറേഷൻ അറിഞ്ഞു 3 മണിക്കൂർ 21 മിനിറ്റും 3.5 മണിക്കൂർ. അപ്പൊ കഞ്ഞി ചോറൊക്കെ കൊണ്ടുപോകണം. രാവിലെ 4 മണിക്ക് സിനിമ തുടങ്ങി. 4 മണിന്റെ ഷോയ്ക്ക് പോയാൽ പോലും 7:30 8:30 ആവും നമ്മളിവിടെ എത്തുമ്പോ പോലും. എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 40 മിനിറ്റും സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 41 മിനിറ്റും. സാധാരണ നമ്മളേ പണിക്കൊക്കെ പോകുമ്പോ 8 മണിക്കൂറൊക്കെ ജോലി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. പക്ഷെ നമ്മുടെ ഇപ്പോൾ പുതിയ പണിയിലാണ് നമ്മൾ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് പരിപാടി തീർത്ത് വീട്ടിലേക്ക് വരുന്നത്. ഇത് ശരിക്ക് 8 മണിക്കൂറിന്റെ പണി ഉണ്ടാകും തോന്നുന്നു. പണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോ രാവിലെ ഒക്കെ എണീറ്റ് പോകില്ലായിരുന്നു. അതേപോലെ വെളുപ്പിന് എണീറ്റ് ചോറും ഒരു പൊതി ഇതൊക്കെ ആയിട്ട് വൈകുന്നേരം വരുന്നു.
ഹേ ശീലമില്ലാത്തതാണ്, നോക്കാം അല്ലേ. കുറേ കാലമായിട്ട് ശീലമില്ലാത്തതാ, കുറച്ച് മുൻപ് നല്ല ശീലമായിരുന്നു. ഓക്കെ, അടുത്തത് DQ നഹാസ് ഇദായത്ത് മൂവി. സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് റൂമേഴ്സാണ്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സിനിമ ഫെബ്രുവരി 1st വീക്കിൽ ഷൂട്ട് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഇതിൽ ഗോകുൽദാസ് ഓൺ ബോർഡായിട്ട്, ആർട്ട് ഡയറക്ടർ. ഓക്കെ ഓക്കെ ഓക്കെ, ഗംഭീര ഒരു സിനിമയായിട്ട് വരട്ടെ. മലയാളത്തിലേക്ക് DQ തിരിച്ചു വരുന്നു. MMN. വാവ്. എന്താണെങ്കിലും സിനിമേൻ്റെ ശ്രീലങ്ക ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്തത് ദുബായി ആണ് ഷെഡ്യൂൾ ഉണ്ടാകുന്നത്. അതിൽ ലാലേട്ടനൊക്കെ ജോയിൻ ചെയ്യും. പക്ഷേ മമ്മൂക്ക ജോയിൻ ചെയ്യുന്നത് ജനുവരിയിലായിരിക്കും. അതായത് ഈ വർഷം ഇനി ഈ ലൊക്കേഷനിലേക്ക് മമ്മൂക്കയല്ല, താനില്ലാന്ന് മമ്മൂക്ക എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതെ, എടുത്തോണ്ട് പോടേ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് തിരിഞ്ഞു വരുമോ പറയാൻ പറ്റില്ല. അത് ആദ്യം മമ്മൂക്ക ആയിരിക്കും അവിടെ ചെല്ലുന്നത്. അതല്ല, മമ്മൂക്ക ജനുവരിയിലേ ഉള്ളൂ. അതായത് ഇതിലാകെ 30 ദിവസത്തെ ഷൂട്ടുള്ളൂ ലാലേട്ടനെ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പൊ കൂടുതൽ ലാലേട്ടൻ അവിടെ ഉണ്ട്. ലാലേട്ടൻ ഒരു 60 ദിവസത്തെ ഷൂട്ടും മമ്മൂക്ക് 30 ദിവസത്തെ ഷൂട്ടായി മാറുന്നു. അല്ലേ, പൂജന്റെ തുടക്കം മുതലേ ലാലേട്ടൻ അവിടെ ഉണ്ട്. പിന്നെ ഒരു 2 ദിവസത്തിനാണ് മമ്മൂക്ക അവിടെ പോയി ജോയിൻ ചെയ്ത് തിരിച്ചു വന്നത്, അല്ലേ? ഇത് അടുത്ത ഷെഡ്യൂൾ തുടങ്ങുകയാണ് UAE-ൽ. അതിൽ ഫഫയും ചാക്കോച്ചനും ലാലേട്ടനും ഒക്കെ ഉണ്ട്. പക്ഷെ മമ്മൂക്കയില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ചേഞ്ച് ആക്കിയാവോ, അങ്ങോട്ടും വെച്ച് മാറിയാവോ, ഓരോ ഇരിപ്പഷം വെച്ചിട്ടേ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാനൊക്കെ ചകനല്ലേ. ആള് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടാവും, ചക്ക ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ക്ഷീണാണ് ഒരെണ്ണം നീ എടുത്തോന്ന് കഴിഞ്ഞ മാസം മൊത്തം കൊണ്ടുപോയില്ലേ. ഓക്കെ, അടുത്തത് കങ്കുവ സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട് ചില റൂമേഴ്സ് വരുന്നുണ്ട്. കങ്കുവ OTT-യിൽ വരാൻ പോകുന്നത് ആമസോൺ പ്രൈമിലാണ് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഡിസംബർ 2nd വീക്കോടെ OTT-യിൽ കളികൾ തുടങ്ങും. കങ്കുവയുടെ കളികളല്ല, അലർച്ച തുടങ്ങും. പക്ഷെ ചിലപ്പോൾ OTT-ൽ അത് ഫാമിലീസൊക്കെ കാണുമ്പോൾ ചിലപ്പം ഒന്ന് നന്നായിരിക്കാം. കാരണം ഈ പാസം കുറച്ച് കൂടുതൽ വരുന്നോണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. കണ്ടോ ഒന്ന് ഇത് തുറക്കാൻ പറ്റൂല, നിലവിളിയായിരിക്കും ഫുള്ള്. ആ ചെക്കൻ്റെ അവർക്കൊരു ആശ്വാസം കിട്ടട്ടാ. ആ ചെറുക്കനെ ഇപ്പൊ തിയേറ്ററിൽ കണ്ടവരില്ലേ, അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ OTT-ൽ കാണുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ കൂടുതലായിട്ട് ആ ചെക്കനെ വലിച്ചു കീറാൻ ആഗ്രഹിക്കും. ആ ചെറുക്കൻ്റെ കരച്ചിൽ കേട്ടോ. ആ ചെക്കനെ ശരിക്കും ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നല്ലേ ചെക്കൻ. ആ ഫസ്റ്റ് അഭിനയിക്കായിരിക്കാം ചിലപ്പം എന്താണെങ്കിലും അതിൽ തന്നെ ഇമ്മാരി ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ. അത് ഇറിറ്റേറ്റിംഗ്. ഇതെന്താ സംഭവം എന്ന് അറിയാം. അവരിത് ഇറിറ്റേറ്റിംഗ് ആയിട്ടൊന്നും ചെയ്ത സാധനങ്ങളൊന്നും അല്ലല്ല. ഇത് ഓവറായിട്ട് ഈ പാസം കാണിച്ച സമയത്ത് സംഭവിച്ചു പോണ സാധനങ്ങൾ. അതുകൊണ്ടാണ് അത് നമുക്ക് ഇറിറ്റേറ്റ് ആയിട്ട് തോന്നുന്നത്. അത് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ അതൊരു വിഷയമല്ല, കട്ട് ചെയ്ത് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല, ഇങ്ങനെ ഒരു സിനിമയിലേ അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ കൊണ്ടുവെക്കാനുള്ള ധൈര്യം ശിവണ്ണ വേറെ ലെവല്. അല്ല, ആൾക്ക് ഇതല്ലേ ചെയ്യാൻ അറിയുള്ളൂ. മൂപ്പരൊക്കെ എവിടെ കൊണ്ടിട്ടാലും മൂപ്പര് ഇതന്നെ ചെയ്യുള്ളൂ. ഏതിലും ഉണ്ടായാലും എന്താണെങ്കിലും അതിൽ പാസം കൊണ്ടുവരും. വലിയ ഗാങ്സ്റ്റർ മൂവി ഉണ്ടായാൽ പോലും അതിലോ തന്നെ ആയിരിക്കും. അടുത്തത് രാജാ സാബ് സിനിമയുടെ റിലീസ് ഡേറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റാൻ പോകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. April 10 ഡേറ്റ് പറഞ്ഞായിരുന്നേ. April 10 ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വരാൻ ചാൻസ് ഉണ്ട്. പോസ്റ്റ്പോൺ ചെയ്യുന്നത്, പ്രീപോൺ ചെയ്യുന്നില്ല. പറയാൻ പറ്റൂലേ, ഇവരുടെയൊക്കെ കാര്യം ആയതുകൊണ്ട്. അതെ, ഓക്കെ. അടുത്തേക്ക് എന്താലേ March 27 കൊണ്ട് വെക്കോനി. അതെന്തായാലും ചെയ്യൂല രാജിനോട്. അതെ, അടുത്തേക്ക് വല്യേട്ടൻ സിനിമയുടെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. സിനിമ 4K അറ്റ്മോസിൽ റിലീസിന് എത്തുന്നുണ്ട് November 29. ഓക്കെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എവിടെ വല്യേട്ടൻ സിനിമ റിലീസായപ്പോൾ ഒരുപാട് പേര് തിയേറ്ററിലും പിന്നീട് ധാരാളം പേർ TV-യിലോ കണ്ടിട്ടുള്ള സിനിമയാണ്. അതിനേക്കാൾ കൂടുതൽ ഭംഗിയോടുകൂടി, ശബ്ദ ദൃശ്യ ഭംഗിയോടുകൂടി 4K അറ്റ്മോസിൽ വീണ്ടും വല്യേട്ടൻ നിങ്ങളെ കാണാൻ എത്തുകയാണ് ഈ November 29.
മറക്കരുത്, മറന്നു പോകരുത്. അത് കൊള്ളാല്ലേ. അടിപൊളിയായിട്ട് മമ്മൂക്ക പകുതി അഭ്യാസം കണ്ടിട്ടുള്ളൂ, ബാക്കി പകുതി കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ മുന്നിൽ വാ. ആടാ അല്ലേ. മമ്മൂക്ക ആളുടെ വാഗണ്ട് പറയില്ല നിങ്ങൾ വരൂ കാണുമെന്ന്. അതൊരിക്കലും പറയില്ല. സിനിമയുടെ വല്ല കട്ടിങ്ങും എടുത്തിട്ട് ഇടേണ്ടി വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോ. ഇതിപ്പോ ഇൻഫോം ചെയ്തു ഇന്ന ദിവസം വരുന്നുണ്ട്. അമ്മമാരെ കൊണ്ട് കുടുങ്ങിയാലോന്നായിരിക്കും ചെയ്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ. പിന്നെന്താ അറിയോ, കുറച്ച് ദിവസങ്ങളായിട്ട് ആളുടെ സിനിമകളൊന്നും വന്നിട്ടില്ല. അതൊരു ആ ഒരു ഗ്യാപ്പ് അതെ, ആ ഒരു ഗ്യാപ്പ് മാറിക്കിട്ടോ. അയ്യോ, അല്ലെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഒരു നേച്ചർ ഇത് നമ്മള് ആളെ ഞങ്ങൾക്കറിയുന്ന രീതിയിൽ പറയുന്ന കേട്ടോ. അതെ അതെ, നമുക്കൊക്കെ മമ്മൂക്കനെ കുറിച്ചൊരു ധാരണ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പറയുന്നതാണ്. അടുത്തത് എമ്പുരാൻ. ഓ ആ എമ്പുരാൻ കിട്ടിയപ്പോഴാ നേരത്തെ ചോദിച്ചില്ലേ ചക്ക ഷീറാണ് തരുമോന്ന്. അപ്പോൾ നമുക്ക് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെന്നായിരിക്കും അറിയോ. അതെ, നിന്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളില്ലേ, എമ്പുരാൻ അല്ല തുണ്ടറ്റും എമ്പുരാൻ ബറോസ് കുറേ ഉണ്ട്. ഇനി നിനക്കിത് വേണ്ടാന്ന്, നിന്റെ എല്ലാം വലുതാണ്, ഇതും കൂടി വലുതാക്കണ്ടാന്ന്. അത് പറഞ്ഞിട്ട് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടാവും, ഒരു കൊല്ലം ഞാൻ എടുക്കാം, അടുത്ത വർഷം എടുത്തു. അല്ല, അടുത്ത വർഷം എന്തായാലും അത് ഉറപ്പിച്ചാണ്. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. അതിനകത്ത് ഇനിയിപ്പോ ഇത് വന്നാലും ഇതും ഈ വർഷം വരും തന്നെയാണ്. അതായത് 2025 വരും. ഏത് MMN അത് വന്നാലും അതിൽ ലാലേട്ടനുണ്ട്. പിന്നെന്താ മമ്മൂക്കേന്റെ മുമ്പോട്ട് ഇനി വരാനുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി അത്ര വലിയൊരു പ്രതീക്ഷകളൊന്നും ഇല്ല. ഡൊമിനിക് ഉണ്ട്, പിന്നെ ഏതാണ് ബസൂക്ക, ചെറിയൊരു പ്രതീക്ഷയുള്ള സിനിമ. പക്ഷെ അത് കുറച്ച് നീണ്ടു പോയതുകൊണ്ടുള്ള ഒരു താല്പര്യക്കുറവ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഗ്യാപ്പ് നന്നായിട്ട് പ്രശ്നമായിട്ടുണ്ട്. ബാക്കി പിന്നെ എല്ലാം ചെറിയ ചെറിയ സിനിമകളാണ്. വലിയ പിന്നെ ജിതിൻ കെ ജോസ് മൂവി. അതെ, ലാലേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് സിനിമകളെല്ലാം വലുതാ. ആ ഒരു വ്യത്യാസം. എന്തായാലും എമ്പുരാന്റെ വിശേഷം പറയാൻ മറന്നു. എമ്പുരാൻ സിനിമേന്റെ ലൊക്കേഷൻ സ്റ്റിൽ പാലക്കാടാണെന്ന് നൈറ്റ് ഷൂട്ടിന്റെ ആണ് കേട്ടോ. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. വരാം. ബൈ.